നവംബർ 28-ാം തീയതി വരെ ഇവിടെ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം നടക്കുന്നു. നവംബർ 15-നാണ് മെസ്സിനെ കൊണ്ടുവരാമെന്ന് പറയുന്നത്. ഈ സമയം വരെ റിപ്പോർട്ടർ ചാനലുമായോ യാതൊരു വിധത്തിലുള്ള എഗ്രിമെൻ്റ് ഇല്ലയെന്ന് എനിക്ക് ഒരു ആശം തന്നിട്ടുണ്ട്. GCDയിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ചെയർമാനും അതുപോലെ സെക്രട്ടറിക്ക് അറിയാതെ ഇവിടെ ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള സത്യസന്ധമായിട്ട് കാര്യങ്ങളാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നത് ഒരു മെയിൻ്റനൻസ് ചെയ്യുന്നത് ഇവരാണെന്ന് പറഞ്ഞിട്ട് ഈ ആർച്ച് പണിക്ക് അതിൻ്റെ അടിയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ പേര് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ കളി നടക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇതിൻ്റെ അനാസ്ഥകൾ അത്രത്തോളമുണ്ട്, അത്രത്തോളം വയലേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ദുരന്തം സംഭവിച്ചാൽ ജനങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ഏരിയ കൂടിയാണ്. ഇവിടെയാണ് ഈ ചുറ്റുമതിൽ പണിത് അടച്ചു കെട്ടിരിക്കുന്നത്. നമസ്കാരം. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം നവീകരിച്ചത് റിപ്പോർട്ടേഴ്സ് ചാനലാണെന്നുള്ള ബോർഡ് നീക്കം ചെയ്ത് GCDA. സ്റ്റേഡിയത്തിന്റെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന ബോർഡാണ് GCDA നീക്കം ചെയ്തത്. ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിലായിരുന്നു ബോർഡ് സ്ഥാപിച്ചിരുന്നത്. റിവാംപ്ഡ് ബൈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പൊതുപ്രവർത്തകനായ പോളി വടക്കൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഈ ബോർഡ് നിലവിൽ നീക്കം ചെയ്തിരിക്കുന്നത്. പോളി വടക്കൻ മറുനാടിനൊപ്പം ചേരുന്നു. നമുക്കറിയാം, കലൂർ സ്റ്റേഡിയത്തിൽ മെസ്സിനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും GCD ഉപരോധവും എല്ലാം നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിരവധി വിവരാവകാശ ചോദ്യങ്ങൾ ഞാൻ GCDയിൽ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 28/11/2025 നവംബർ 28-ാം തീയതി എനിക്ക് തന്ന മറുപടിയിൽ അതുവരെ, അതായത് നവംബർ 28-ാം തീയതി വരെ ഇവിടെ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം നടക്കുന്നു. നവംബർ 15-നാണ് മെസ്സിനെ കൊണ്ടുവരാമെന്ന് പറയുന്നത്. ഈ സമയം വരെ റിപ്പോർട്ടർ ചാനലുമായോ യാതൊരു വിധത്തിലുള്ള എഗ്രിമെൻ്റ് ഇല്ലയെന്ന് എനിക്ക് ഒരു ആശം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആരാണ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത്? അത് GCDയിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ചെയർമാനും അതുപോലെ സെക്രട്ടറിക്ക് അറിയാതെ ഇവിടെ ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള സത്യസന്ധമായിട്ട് കാര്യങ്ങളാണ്. ഞാൻ ഒരു 10-25 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ ഇത്തരം വിവരാശ രേഖകൾ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നത് ഒരു മെയിൻ്റനൻസ് ചെയ്യുന്നത് ഇവരാണെന്ന് പറഞ്ഞിട്ട് ഈ ആർച്ച് പണിക്ക് അതിൻ്റെ അടിയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ലഭിച്ച വിവരാശ രേഖകൾ പ്രകാരം 28/11 അവരുമായിട്ട് യാതൊരുവിധ എഗ്രിമെൻറ്റും ഇല്ല. അങ്ങനെ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ പേര് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വിവരാശ രേഖകൾ എടുക്കുകയും അതിൽ കാണുന്ന വയലേഷൻ വെച്ചിട്ടാണ് ഞാൻ ഓരോ പരാതികൾ കൊടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്ത പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ബോർഡ് അവിടുന്ന് മാറ്റിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഒരു വിധത്തിലുള്ള ഒരു എഗ്രിമെൻറ്റും ഇല്ലെങ്കിൽ എങ്ങനെയാണ് അനധികൃതമായിട്ട്, ഇപ്പോൾ നമുക്കറിയാം ഈ മതിലുകളൊക്കെ ചുറ്റും പണിത് വെച്ചിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്, പണിത് നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ കളി നടക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇതിൻ്റെ അനാസ്ഥകൾ അത്രത്തോളമുണ്ട്, അത്രത്തോളം വയലേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇവരൊന്നും വിചാരിച്ച് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാത്തത്. കാരണം സ്റ്റേഡിയം ഇപ്പോൾ കുറച്ച് ഭംഗിയിലൊക്കെ നല്ല റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്റ്റേഡിയത്തിലൊരു കളി വന്നു കഴിഞ്ഞാൽ, സ്റ്റേഡിയത്തിൽ കളി വന്നാൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം ഫയർ ഇവാക്വേഷൻ ഏരിയയാണ്. ഒരു ദുരന്തം സംഭവിച്ചാൽ ജനങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ഏരിയ കൂടിയാണ്. ഇവിടെയാണ് ഈ ചുറ്റുമതിൽ പണിത് അടച്ചു കെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരാൾക്കോ കയറി ഇത് ചാടിക്കടക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ദുരന്തങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്റ്റേഡിയം നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയി ഇവിടെ കളികൾ വരണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. ഇവിടെ കളികൾ എപ്പോഴും വരണം. പക്ഷേ അത് ഇവിടെ വരുന്ന കാണികളുടെയും കളിക്കാരുടെയും ഒഫീഷ്യൽസിൻ്റെയും സുരക്ഷ ഉറപ്പാക്കാതെ ഒരു കാരണവശാലും ഇവിടെ കളി നടത്താൻ നിയമപരമായിട്ട് ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരാശ രേഖകൾ അവർ തന്ന മറുപടിയിൽ തന്നെയാണ് ഇവിടെ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് അവർ തന്നെ പറയുന്നു.